Hello students, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അയോണിക് ഇക്വിലിബ്രിയയുടെ കുറച്ച് ആസ്പെക്ട്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെൽഫ് അയണൈസേഷൻ ഓഫ് വാട്ടർ, അതായത് അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടറിനെ കുറിച്ചിട്ടാണ്. വാട്ടറിന്റെ സെൽഫ് അയണൈസേഷൻ. ഓക്കെ, നമുക്കറിയാം വാട്ടറിനെ നമ്മൾ H2O എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ സെൽഫ് അയണൈസേഷൻ നടക്കുമ്പോൾ എന്തുണ്ടാവണോ? H2O പ്ലസ് H2O റിവേഴ്സിബിളി ഗീവ്സ് H3O പ്ലസ് പ്ലസ് OH മൈനസ് അല്ലേ. അപ്പോൾ അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമുക്ക് എങ്ങനെ എഴുതാം? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദിസ് അയണൈസേഷൻ ഓഫ് വാട്ടർ, അതിന് ക്യാപിറ്റൽ K ഈസ് ഈക്വൽ ടു എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് എഴുതുമ്പോൾ concentration of H3O plus into concentration of OH minus by concentration of H2O into concentration of H2O. അതായത് K is equal to concentration of H3O plus into concentration of OH minus divided by concentration of H2O square അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്താം. അപ്പോൾ K into concentration of H2O square is equal to concentration of H3O plus into concentration of OH minus അല്ലേ. അപ്പോൾ ഈ K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2O സ്ക്വയറിനെ നമുക്ക് എന്ത് എഴുതാനായിട്ട് സാധിക്കും? KW എന്ന് എഴുതാനായിട്ട് സാധിക്കും. അതായത് എന്തുകൊണ്ടാണ്? ഈ വാട്ടറിന്റെ ഡിഗ്രി ഓഫ് അയണൈസേഷൻ എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ്. അപ്പം അതുകൊണ്ട് H2Oനെ നമുക്ക് ഒരു പ്രാക്ടിക്കലി ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതേ ഇൻറ്റു K എന്ന് പറയുമ്പോൾ നമുക്ക് ആ പ്ലേസിൽ എന്ത് എഴുതാം? KW എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. സോ K ഇൻറ്റു H2O സ്ക്വയറിനെ നമ്മൾ മാറ്റിയിട്ട് എന്ത് എഴുതി? KW എന്ന് എഴുതി. KW ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ് അയോൺ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് അയോൺ. അപ്പോൾ ഈ KWനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ്? KW, it is equal to concentration of H3O plus ion into concentration of OH minus ion, where KW is the ionic product of water. Okay. അപ്പോൾ ഇനി എന്താണ് ഈ അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ? ഒരു ഡെഫിനിഷൻ ആയിട്ട് പറയുമ്പോൾ നമുക്ക് ഇക്വേഷൻ വൈസ് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ ദാറ്റ് ഈസ് KW അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് molar concentrations of H3O plus and OH minus ions at that temperature. അതായത് എന്താണ് അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഈസ് ഡിഫൈൻഡ് ആസ് ദി പ്രോഡക്റ്റ് ഓഫ് molar concentrations of H3O plus ion and OH minus ions at that temperature അല്ലേ. നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ഡെഫിനിഷനാണത് അല്ലേ. അതായത് H3O പ്ലസിൻ്റെയും OH മൈനസിൻ്റെയും മോളാർ കോൺസെൻട്രേഷൻസിന്റെ പ്രോഡക്റ്റ് അറ്റ് ദാറ്റ് ടെമ്പറേച്ചർ, അതിനെയാണ് അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ KW എന്ന് പറയുന്നത്. അപ്പോൾ 298 കെൽവിനിലാണെങ്കിൽ KWന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ഇൻറ്റു 10⁻⁻14 മോൾ സ്ക്വയർ പെർ ലിറ്റർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ദെൻ അത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത് അനുസരിച്ച് KWന്റെ വാല്യൂ എന്ത് സംഭവിക്കുന്നു? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതായത് 298 കെൽവിനിലെ വാല്യൂ ആണ് 1 ഇൻറ്റു 10⁻⁻14 മോൾ സ്ക്വയർ പെർ ലിറ്റർ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതന്നെ 303 കെൽവിൻ 303 കെൽവിനായിട്ട് മാറുമ്പോഴേക്കും ഈ 1 ഇൻറ്റു 10⁻⁻14 എന്നുള്ളത് മാറി എത്രയായി? 1.5 ഇൻറ്റു 10⁻⁻14 എന്നുള്ളതായി. ഓക്കെ, അതുപോലെ 303 കെൽവിനിലായിരുന്നു ആ വാല്യൂ കിട്ടിയത്. ഇനി 313 കെൽവിനൊക്കെ എത്തുമ്പോഴേക്കും ആ വാല്യൂ KWന്റെ വാല്യൂ എന്തായിട്ട് മാറി? 3 ഇൻറ്റു 10⁻⁻14 മോൾ സ്ക്വയർ പെർ ലിറ്റർ സ്ക്വയർ എന്നായിട്ട് മാറി. അപ്പോൾ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? KWന്റെ വാല്യൂ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കാരണം 298 കെൽവിനിലെ വാല്യൂ ഇത്രയായിരുന്നു, 303 കെൽവിൻ ആകുമ്പോഴേക്കും ഇത്രയായി, ദെൻ 313 കെൽവിൻ ആകുമ്പോഴേക്കും അത് ഇത്രയായി. ഓക്കെ, അപ്പോൾ KW എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ, ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ദ സൊല്യൂഷൻ ഈസ് ന്യൂട്രൽ, ആസിഡിക് ഓർ ബേസിക്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലെ KW എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അതൊരിക്കലും ഈ സൊല്യൂഷൻ ന്യൂട്രൽ ആണോ, ആസിഡിക് ആണോ, ബേസിക് ആണോ എന്നുള്ളതൊന്നും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. അതാണ് KW ഈസ് എ കോൺസ്റ്റന്റ് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ദ സൊല്യൂഷൻ ഈസ് ന്യൂട്രൽ, ആസിഡിക് ഓർ ബേസിക്. അപ്പം നമുക്ക് 298 കെൽവിനിലെ വാല്യൂ നമ്മളിവിടെ പറഞ്ഞു അല്ലേ. ഇപ്പൊ 298 കെൽവിനിലെ KW എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ് അയോൺ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് അയോൺ ആണ്. ഇപ്പൊ KWന്റെ വാല്യൂ ഇത് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 1 ഇൻറ്റു 10⁻⁻14 മോൾ സ്ക്വയർ പെർ ലിറ്റർ സ്ക്വയർ അല്ലേ. അപ്പോൾ
പ്യുവർ വാട്ടറിൽ അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ സൊല്യൂഷനിലാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്ത് H3O+ അയോണിന്റെ കോൺസെൻട്രേഷനും OH- അയോണിന്റെ കോൺസെൻട്രേഷനും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് രണ്ടെണ്ണത്തിനും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തതായിരിക്കും അല്ലെ. അപ്പൊ H3O+ അയോണിന്റെ കോൺസെൻട്രേഷൻ 1 × 10⁻⁷ മോൾ പെർ ലിറ്റർ ആയിരിക്കും. അതുപോലെ OH- അയോണിന്റെ കോൺസെൻട്രേഷൻ 1 × 10⁻⁷ മോൾ പെർ ലിറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് KW എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും പ്രോഡക്റ്റ് ആണ് അല്ലെ. അതായത് 1 × 10⁻14 മോൾ സ്ക്വയർ പെർ ലിറ്റർ സ്ക്വയർ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് പ്യുവർ വാട്ടർ അല്ലെങ്കിൽ ന്യൂട്രൽ സൊല്യൂഷനിലെ H3O+ അയോണിന്റെ കോൺസെൻട്രേഷൻ ഇറ്റ് വിൽ ബി ഈക്വൽ ടു OH- അയോൺസിന്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ ഓരോന്നിന്റെയും വാല്യൂസ് ആണ് ഈ തന്നിരിക്കുന്നത്. അത് 298 കെൽവിൻ. ഓക്കെ. ദെൻ ഒരു അസഡിക് സൊല്യൂഷൻ ആണ് കരുതാം. അസഡിക് സൊല്യൂഷൻ ആണെങ്കിൽ നമുക്കറിയാം H3O+ അയോണിന്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും കമ്പാരിറ്റീവ്ലി കൂടുതൽ. ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് OH- കൂടുതൽ കോൺസെൻട്രേഷൻ ഏതിനായിരിക്കും H3O+ അയോൺസിന്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും. ഇനി ഒരു ബേസിക് സൊല്യൂഷൻ ആണെങ്കിലോ OH- അയോണിന്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും കൂടുതൽ ദാൻ H3O+ അയോൺ കോൺസെൻട്രേഷൻ. ഓക്കെ. അപ്പൊ അതായത് ഏത് കേസിലാണെങ്കിലും ഈ H3O+ന്റെയും OH- അയോണിന്റെയും ആ അയോണിന്റെയും കോൺസെൻട്രേഷന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നതാണ് KW അല്ലെങ്കിൽ അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ ആൻഡ് ഇറ്റ് വിൽ ബി എ കോൺസ്റ്റന്റ് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് pH സ്കെയിൽ. ഓക്കെ. അതായത് ഒരു സൊല്യൂഷന്റെ അസിഡിറ്റി അല്ലെങ്കിൽ ആൽക്കലിനിറ്റി അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിലെ ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോക്സൈഡ് അയോൺ കോൺസെൻട്രേഷൻ അനുസരിച്ചിട്ടാണ് അല്ലെ. അപ്പോൾ ഇത്തരത്തിലുള്ള കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വെരി വൈൽഡ് ലിമിറ്റ്സ് തൊട്ടിട്ട് ക്വൈറ്റ് സ്മോൾ വാല്യൂസ് വരെ അത് വാരി ചെയ്യാം. ഓക്കെ. അതിന്റെ കോൺസെൻട്രേഷൻ വാരി ചെയ്യാം. അപ്പൊ നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നെഗറ്റീവ് പവേഴ്സ് ഓഫ് 10 ആയിട്ടാണ് ഇത്തരത്തിലുള്ള അയോൺസിന്റെ കോൺസെൻട്രേഷനുകൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. എങ്ങനെയാണ്? നെഗറ്റീവ് പവേഴ്സ് ഓഫ് 10 ആയിട്ടാണ് നമ്മൾ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ ഈ pH സ്കെയിൽ എന്ന് പറയുന്നത് സൊറൻസൺ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അത് ഒരു കുറച്ചും കൂടി കൺവീനിയന്റ് ആയിട്ടുള്ള സ്കെയിലാണ്. എന്തിനെ? ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ, ഒരു സൊല്യൂഷന്റെ ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷനെ എക്സ്പ്രസ് ചെയ്യാനുള്ള കുറച്ചും കൂടി കൺവീനിയന്റ് ആയിട്ടൊരു സ്കെയിലാണ് എന്ത്? pH സ്കെയിൽ. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സൊറൻസൺ ആണ്. ഓക്കെ. അപ്പൊ എന്താണ് pH എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ ആണ് കാണുന്നത്. അതായത് pH ഓഫ് എ സൊല്യൂഷൻ ഇസ് ഡിഫൈൻഡ് ആസ് ദ നെഗറ്റീവ് ലോഗരിതം ടു ദ ബേസ് 10 ഓഫ് ദ വാല്യൂ ഓഫ് ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ ഇൻ മോൾസ് പെർ ലിറ്റർ. അപ്പൊ pH എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ലോഗരിതം ആണ് ടു ദ ബേസ് 10 ഓഫ് ദ വാല്യൂ ഓഫ് വാട്ട്? ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ ഇൻ മോൾസ് പെർ ലിറ്റർ. ഓക്കെ. അപ്പൊ pH എന്ന് പറയുന്നത് നെഗറ്റീവ് ലോഗരിതം ആണ് ടു ദ ബേസ് 10 ഓഫ് എന്തിന്റെ? ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷന്റെ. ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ മോൾസ് പെർ ലിറ്ററിലായിരിക്കും തന്നിരിക്കുക. സോ pH എന്നുള്ളതിന്റെ ആ ഒരു എക്സ്പ്രഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. pH ഈസ് ഈക്വൽ ടു -log to the base 10 കോൺസെൻട്രേഷൻ ഓഫ് H3O+ അയോൺ. ഓക്കെ. ഇനി 298 കെൽവിനാന്ന് വിചാരിക്കുക. അപ്പോൾ പ്യുവർ വാട്ടർ അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ സൊല്യൂഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യണതെങ്കിൽ H3O+ അയോണിന്റെ കോൺസെൻട്രേഷൻ 10⁻⁻7 മോളാർ ആയിരിക്കും. ഓക്കെ. അപ്പം 10⁻⁻7 മോളാർ ആയിരിക്കും. ദെൻ അപ്പോൾ അവിടെ pH എന്ന് പറയുന്നത് എത്രയായിരിക്കും? 7 ആയിരിക്കും. ഓക്കെ. ദെൻ അസിഡിക് സൊല്യൂഷൻ ആണെങ്കിൽ H3O+ന്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും കൂടുതൽ അല്ലെ. അപ്പൊ അത് എങ്ങനെയായിരിക്കും? 10⁻⁷നേക്കാളും കൂടുതലായിരിക്കും എന്ത്? H3O+ അയോണിന്റെ കോൺസെൻട്രേഷൻ. അപ്പൊ pH എന്ന് പറയുന്നത് 7നേക്കാളും എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ. ദെൻ തേർഡ് കേസ് ബേസിക് സൊല്യൂഷന്റെ കേസാണ്. ബേസിക് സൊല്യൂഷന്റെ കേസിലെ H3O+ അയോണിന്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. 10⁻⁻7 മോളാറിനേക്കാളും കുറവായിരിക്കും അല്ലെ. അപ്പൊ അവിടെ pH എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ലോഗരിതമാണ് അല്ലെ. ഇവിടെ കോൺസെൻട്രേഷൻ ആണ് H3O+ അയോണിന്റെ കോൺസെൻട്രേഷൻ ആണ് 10⁻⁻7നേക്കാളും കുറവ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. 10⁻⁷ ആണ് ഇവിടെ കൂടുതൽ. H3O+ന്റെ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പൊ pH എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ലോഗരിതമാണ് H3O+ കോൺസെൻട്രേഷന്റെ. അപ്പൊ pH 7നേക്കാളും എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ ആസിഡിക് സൊല്യൂഷൻ, അപ്പൊ ഒരു ആദ്യം തന്നെ ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ പ്യുവർ സൊല്യൂഷൻ വരുമ്പോൾ H3O+ന്റെ കോൺസെൻട്രേഷൻ 10⁻⁷ ആണ്. 10⁻⁷ m ആയിരിക്കും. അപ്പോൾ pH 7 ആയിരിക്കും. ആസിഡിക് സൊല്യൂഷൻ അത് ന്യൂട്രൽ അല്ലെങ്കിൽ പ്യുവർ വാട്ടറിന്. ആസിഡിക് സൊല്യൂഷൻ ആണെങ്കിൽ 10⁻⁷നേക്കാളും കൂടുതലായിരിക്കും H3O+ അയോണിന്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ pH എന്ന് പറയുന്നത് 7നേക്കാളും കുറവായിരിക്കും. ദെൻ ബേസിക് സൊല്യൂഷൻ ആണെങ്കിൽ
H3O പ്ലസ് അയോണിന്റെ കോൺസെൻട്രേഷൻ 10⁻⁷ കുറവായിരിക്കും. ദെൻ അപ്പോൾ പി എച്ച് എന്ന് പറയുന്നത് 7 എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ ഈ കണ്ടീഷൻസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. പ്യുവർ സൊല്യൂഷന് എങ്ങനെ വരുന്നു, ദെൻ ആസിഡിക് സൊല്യൂഷന് എങ്ങനെ വരുന്നു, അതുപോലെ ബേസിക് സൊല്യൂഷന് എങ്ങനെ വരുന്നു. H3O പ്ലസ് അയോൺസിന്റെ കോൺസെൻട്രേഷൻ 10⁻⁷ ഫോർ ന്യൂട്രൽ ഓർ പ്യുവർ, ദെൻ പി എച്ച് ഇസ് ഈക്വൽ ടു 7 for neutral or pure. Then acidic ആണെങ്കിൽ H3O plus ion concentration greater than 10⁻⁷, then pH is less than 7. Then for basic solution, H3O plus ion concentration is less than 10⁻⁷. For a basic solution, H3O plus ion concentration is less than 10⁻⁷, then pH is greater than 7. Okay. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരുന്നത്? പി എച്ച് എന്ന് പറയുന്നത് മൈനസ് log to the base 10 of H3O plus ion concentration ആണ്. അപ്പോൾ H3O plus ion concentration നമുക്ക് എങ്ങനെ എഴുതാം? 10⁻⁻pH എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ. ഇനി എന്താണ് POH സ്കെയിൽ എന്ന് പറയുന്നത്? PH സ്കെയിൽ നമ്മൾ ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ ആണ് റെപ്രസെന്റ് ചെയ്തത്. ഇനി POH സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്സൈഡ് അയോൺ കോൺസെൻട്രേഷൻ, ഒരു സൊല്യൂഷന്റെ ഹൈഡ്രോക്സൈഡ് അയോൺ കോൺസെൻട്രേഷൻ കാണിക്കുന്നതാണ് POH സ്കെയിൽ. So POH of a solution is defined as the negative logarithm to the base 10 of the value of the hydroxide ion concentration in moles per liter. അപ്പോൾ നമ്മൾ നേരത്തെ പറയുന്ന PH ന് പറയുന്നത് POH ആണ്. POH is equal to minus log to the base 10 of OH minus ion concentration. അപ്പോൾ നമുക്കറിയാം OH minus ion concentration എന്ന് പറഞ്ഞാൽ 10⁻⁻POH ആണ്. നമ്മൾ നേരത്തെ PH കണ്ട പോലെ തന്നെ ഇവിടെ POH. Then എന്താണ് PKW? KW എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഇവിടെ PKW ആണ് ചോദിച്ചിരിക്കുന്നത്. KW എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ ആണ് അല്ലെ. അപ്പൊ KW എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു കഴിഞ്ഞു, പ്രോഡക്റ്റ് ഓഫ് H3O പ്ലസ് അയോൺ കോൺസെൻട്രേഷൻ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് അയോൺസ് അല്ലെ. അതായത് KW ആണ് ഇത്. അപ്പൊ PKW എന്തായിരിക്കും? മൈനസ് log to the base 10 of KW ആയിരിക്കും അല്ലെ. അപ്പൊ 298 കെൽവിനിലെ KWന്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടു, എത്രയായിരുന്നു? 1 × 10⁻⁻14 ആയിരുന്നു. അപ്പൊ PKW എത്രയായിരിക്കും? 14 ആയിരിക്കും 298 കെൽവിനിലെ. അപ്പോൾ ഈ ഇക്വേഷൻ ഇല്ലേ, അതായത് KW is equal to H3O പ്ലസ് അയോൺ കോൺസെൻട്രേഷൻ ഇൻറ്റു OH മൈനസ് അയോൺ കോൺസെൻട്രേഷൻ, അവിടുത്തെ രണ്ട് സൈഡിലും നമ്മൾ നെഗറ്റീവ് ലോഗരിതം എടുക്കുക on both sides of this equation. അപ്പോൾ എന്ത് കിട്ടും? നമുക്കറിയാം ഇക്വേഷൻ ഇതാണ്, KW is equal to H3O plus ion concentration into OH minus ion concentration. അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ നെഗറ്റീവ് ലോഗരിതം എടുക്കുമ്പോൾ മൈനസ് ലോഗ് KW is equal to മൈനസ് ലോഗ് ഓഫ് ബ്രാക്കറ്റിലെ H3O plus ion concentration into OH minus ion concentration. അതായത് മൈനസ് ലോഗ് KW ആണ് PKW. PKW is equal to ഇത് നിങ്ങൾക്ക് കൊടുക്കുക, അതായത് മൈനസ് ലോഗ് H3O plus ion concentration മൈനസ് ലോഗ് OH minus ion concentration. ഇത് PKW ആണ്. ഈ മൈനസ് ലോഗ് H3O plus ion concentration എന്താണ്? PH ആണ് അല്ലെ. പ്ലസ് ഇനി മൈനസ് ലോഗ് OH മൈനസ് അയോൺ കോൺസെൻട്രേഷൻ ആണ് എന്താണ്? POH ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി PKW is equal to PH plus POH and this value will be equal to 14 അല്ലെ. ബിക്കോസ് KW is equal to 1 × 10⁻⁴ അല്ലെ. അപ്പൊ PKW എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ സം ഓഫ് PH ആൻഡ് POH ആൻഡ് ദിസ് വാല്യൂ വിൽ ബി ഈക്വൽ ടു 14. ഓക്കെ. അപ്പോൾ ഇതിങ്ങനെ ക്ലാസ് കേട്ടാൽ മാത്രം പോരാ, നിങ്ങൾ എഴുതി നോക്കണം. എഴുതി നോക്കിയാൽ മാത്രമേ നിങ്ങളുടെ മനസ്സിൽ അത് ഉറയ്ക്കുകയുള്ളൂ. അപ്പോൾ എത്ര പ്രാവശ്യം നിങ്ങൾ എഴുതുന്നോ അത്ര മാത്രം അത് മനസ്സിൽ കൂടുതലായിട്ട് പറയും. അപ്പം ഇങ്ങനത്തെ ഈ ഡെറിവേഷൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ഒക്കെ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് എഴുതി നോക്കണം. എന്നാലേ നിങ്ങൾക്ക് എക്സാമിന് വൃത്തിയായിട്ട് എഴുതാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് എഴുതി പഠിക്കേണ്ടത് ഇതിൽ വളരെയധികം അത്യാവശ്യമുള്ളൊരു ഏരിയ ആണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള പോലെ ഈ കോൺസെൻട്രേഷൻ ഒക്കെ വെക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഓസ്റ്റ്വാൾസ് ഡൈല്യൂഷൻ ലോ. ഓക്കെ. അപ്പോൾ ഓസ്റ്റ്വാൾസ് ഡൈല്യൂഷൻ ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും അത് സാധാരണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ അറീനിയസ് തിയറിയൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. അറീനിയസ് തിയറി ഓഫ് ഇലക്ട്രോലൈറ്റ് ഡിസോസിയേഷൻ ഒക്കെ അതിൽ അസ്യൂം ചെയ്യുന്നത് എന്താണ്? അതായത് അയോൺസും അൺഅയോണൈസ്ഡ് മോളിക്യൂൾസും, ഒരു ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനിലെ അയോൺസും അൺഅയോണൈസ്ഡ് മോളിക്യൂൾസും തമ്മിൽ എന്തുണ്ട്? ഒരു ഡൈനാമിക് ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അറീനിയസ് തിയറി അനുസരിച്ചുള്ളത്. ഓക്കെ. അപ്പൊ അറീനിയസ് തിയറി ഓഫ് ഇലക്ട്രോലൈറ്റ് ഡിസോസിയേഷൻ എന്താണ് അസ്യൂം ചെയ്തത്? ദെയർ എക്സിറ്റ്സ് എ ഡൈനാമിക് ഇക്വിലിബ്രിയം ബിറ്റ്വീൻ അയോൺസ് ആൻഡ് അൺഅയോണൈസ്ഡ് മോളിക്യൂൾസ് ഇൻ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ.
അപ്പോൾ ഈ ഓസ്റ്റുവോൾസ് ഡൈല്യൂഷൻ ലോ എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ്. അത് ഓസ്റ്റുവോൾഡ് 1888 ഡിറൈവ് ചെയ്തതാണ്. എങ്ങനെ? ബൈ അപ്ലൈയിങ് ദ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. അപ്പോൾ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം അത്തരത്തിലുള്ള സിസ്റ്റങ്ങൾക്ക് അപ്ലൈ ചെയ്ത് ഓസ്റ്റുവോൾഡ് ഡിറൈവ് ചെയ്തതാണ് ഈ ഓസ്റ്റുവോൾഡിന്റെ ഡൈല്യൂഷൻ ലോ എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ഓക്കെ, അപ്പൊ ഇത് അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു അക്വ സൊല്യൂഷൻ കൺസിഡർ ചെയ്യാം. ഏത് അക്വ സൊല്യൂഷൻ ആണ്? ഒരു ബൈനറി ഇലക്ട്രോലൈറ്റ് ആണ്. ആ ബൈനറി ഇലക്ട്രോലൈറ്റിന് നമ്മൾ BA, ക്യാപിറ്റൽ B ക്യാപിറ്റൽ A, BA എന്നാണ് നമ്മൾ ആ ബൈനറി ഇലക്ട്രോലൈറ്റിനെ എഴുതണത്. അതിന്റെ കോൺസെൻട്രേഷൻ സ്മോൾ ലെറ്റർ C ആണ്. നോക്കൂ, C മോൾ പെർ ലിറ്റർ ആണ്. അതുപോലെ അതിന്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത് ആൽഫയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു ബൈനറി ഇലക്ട്രോലൈറ്റ് BA, അതിന്റെ ഒരു അക്വ സൊല്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്യാണ്. അതിന്റെ കോൺസെൻട്രേഷൻ C മോൾ പെർ ലിറ്ററും ആണ്. അതുപോലെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത് ആൽഫയും ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഡിസോസിയേഷനും അതുപോലെ ഇക്വിലിബ്രിയം കണ്ടീഷൻസും ഒക്കെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ നോക്കി നോക്കാം. അപ്പൊ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്? BA എന്ന് പറഞ്ഞ ഇലക്ട്രോലൈറ്റ് മാത്രമേ ഉള്ളൂ. നോക്കൂ, ഇതാണ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ. BA റിവേഴ്സിബിളി ഗീവ്സ് B++ A-. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ BA ഇലക്ട്രോലൈറ്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? C ആണ് അല്ലെ. അപ്പോൾ പ്രോഡക്ട്സ് ഉണ്ടായിരുന്നോ? ഇല്ല. പ്രോഡക്ട്സിന്റെ കോൺസെൻട്രേഷൻ ആണ് 0. B+ 0 ആണ്, A- എന്താണ്? 0 ആണ്. ഇനി ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് എത്തിയപ്പോഴേക്കും എന്തായി? ഡിസോസിയേഷൻ സംഭവിച്ചു അല്ലെ. അതായത് BA എന്ന് പറഞ്ഞ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് B+ A- ആയിട്ട് മാറി. അപ്പൊ അതിന്റെ ഈ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷനിലെ BA എന്ന് പറയുന്നത് എത്രയുണ്ട്? C × 1 - ആൽഫ. അപ്പോൾ ആ പ്രോഡക്ട്സ് എത്രയുണ്ട്? B+ C ആൽഫ ഉണ്ട്. അതുപോലെ തന്നെ A- കോൺസെൻട്രേഷൻ ആണ് C ആൽഫ. ഓക്കെ, അപ്പൊ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ BAയുടെ C, പ്രോഡക്ട്സ് 0 0 ആയിരുന്നു. ഇനി ഇക്വിലിബ്രിയം കണ്ടീഷനിൽ എത്തുമ്പോഴേക്കും BAയുടെ കോൺസെൻട്രേഷൻ ആണ് C × 1 - ആൽഫ. അപ്പൊ B+ C ആൽഫയും A- C ആൽഫയും. അപ്പൊ നമ്മൾ ഈ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം അതൊക്കെ ചെറിയ ക്ലാസ്സിൽ നിന്ന് പഠിച്ചു തന്നതാണ്. പക്ഷെ ഒന്നും കൂടി ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട്. അപ്പൊ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ് K. അപ്പൊ K നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? അതായത് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസിലുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ആദ്യം തന്നെ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്? B+ A- ആണ്. അതിന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? C ആൽഫ. ഇതിന്റെയും C ആൽഫ. അപ്പൊ K = C ആൽഫ × C ആൽഫ ഡിവൈഡഡ് ബൈ റിയാക്ടന്റിന്റെ എത്രയാണ്? C × 1 - ആൽഫ. ഓക്കെ, അപ്പൊ K = C ആൽഫ × C ആൽഫ ഡിവൈഡഡ് ബൈ C × 1 - ആൽഫ. അപ്പൊ നമുക്ക് കിട്ടും C² α² ബൈ C × 1 - ആൽഫ എന്ന് കിട്ടും. അപ്പൊ ഈ സിയും ഈ സിയും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ എന്ത് കിട്ടും? ഇതിലത്തെ ഒരു സിയും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ K = C α² ബൈ 1 - ആൽഫ എന്ന് നമുക്ക് കിട്ടുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് എക്സ്പ്രഷൻ. K = C α² ബൈ 1 - ആൽഫ. അപ്പൊ ഇത് കാണിക്കുന്നത് എന്താണ്? വേരിയേഷൻ ഓഫ് ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് വിത്ത് കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പൊ കോൺസെൻട്രേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഇലക്ട്രോലൈറ്റിന്റെ ഡിസോസിയേഷനിൽ ഉണ്ടാവുന്ന വേരിയേഷൻ അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. K = C α² ബൈ 1 - ആൽഫ. ഇമ്പോർട്ടന്റ് ആയുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിന് ഈ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഓസ്റ്റുവോൾസ് ഡൈല്യൂഷൻ ലോ ഫോർ എ ബൈനറി ഇലക്ട്രോലൈറ്റ് ഓഫ് ദ ടൈപ്പ് BA. BA എന്ന് പറയുന്ന ഒരു ബൈനറി BA പോലുള്ള ബൈനറി ഇലക്ട്രോലൈറ്റ്സിന്റെ ഓസ്റ്റുവോൾസ് ഡൈല്യൂഷൻ ലോ ആണ്. അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. എന്താണ്? K = C α² ബൈ 1 - ആൽഫ. ഓക്കെ, ഇനി നമ്മൾ ഈ സിക്ക് പകരം ഇപ്പൊ നമ്മൾ ഇക്വേഷനിൽ ഇതാണ് K = C α² ബൈ 1 - ആൽഫ. K = C α² ബൈ 1 - ആൽഫ. അപ്പൊ ഈ സിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുകയാണ്? 1/V എന്ന് കൊടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ V എന്ന് പറയുന്നത് എന്താണ്? വോളിയം ഓഫ് ദ സൊല്യൂഷൻ ആണ്. അതിലെ 1 മോൾ ഇലക്ട്രോലൈറ്റ് ഉണ്ട്. വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് കണ്ടെയ്നിങ് 1 മോൾ ഓഫ് ദ ഇലക്ട്രോലൈറ്റ്. അപ്പൊ ആ സിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 1/V എന്ന് കൊടുക്കാം. അപ്പൊ ആ എക്സ്പ്രഷൻ എന്താവും? നമ്മുടെ ഇക്വേഷൻ ഇതായിരുന്നു. എന്ത്? K = C α² ബൈ 1 - ആൽഫ എന്നുള്ളതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഈ സിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുകയാണ്? 1/V എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, V റെപ്രസെന്റ്സ് ദ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് കണ്ടെയ്നിങ് 1 മോൾ ഓഫ് ദ ഇലക്ട്രോലൈറ്റ്. അപ്പൊ സിക്ക് പകരം 1/V. ഓക്കെ, ഈ സിക്ക് പകരം നമ്മൾ കൊടുക്കുകയാണ്
1/v. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ എങ്ങനെ വരും? k is equal to 1. അപ്പോൾ സിക്ക് പകരം 1/v എന്ന് കൊടുത്തു അല്ലേ? അപ്പോൾ ആൽഫ സ്ക്വയർ ബൈ വി ഇൻറ്റു 1 മൈനസ് ആൽഫ എന്ന് വരും അല്ലേ? ബിക്കോസ് സി is equal to 1/v. അപ്പോൾ k എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ എങ്ങനെയായി മാറും? ആൽഫ സ്ക്വയർ ബൈ വി ഇൻറ്റു 1 മൈനസ് ആൽഫ എന്നായിട്ട് മാറി. അപ്പോൾ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അതിൽ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1നേക്കാളും വളരെ വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഓസ്റ്റിയോവോൾസിന്റെ ഡൈല്യൂഷൻ ഫോർമുല നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് എഴുതാം അല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ അപ്രോക്സിമേറ്റ് ചെയ്തുമ്പോൾ എങ്ങനെയായിരിക്കും? ഈ 1 മൈനസ് ആൽഫ എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? k is equal to ആൽഫ സ്ക്വയർ ബൈ വി മാത്രമായിട്ട് എഴുതാനായിട്ട് സാധിക്കും. അതുപോലെ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? ഈ 1 മൈനസ് ആൽഫ വളരെ ചെറുതാണ് അല്ലേ? ബിക്കോസ് 1നെ അപേക്ഷിക്കുമ്പോൾ ആൽഫ വളരെ കുറവാണ് അല്ലേ? അപ്പോൾ അടിയിൽ എന്താണ്? വെറുതെ 1 മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് അർത്ഥം. ഓക്കെ, ഇപ്പൊ ആൽഫ എന്ന് പറയുന്നത് 1നെ അപേക്ഷിക്കുമ്പോൾ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഏകദേശം 1നോട് അടുത്താണെന്ന് പറയാം. ബിക്കോസ് ആൽഫ നെഗ്ലിജിബിൾ ആണ് ഈ അടിയിലത്തെ കേസിൽ വരുമ്പോൾ അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? k is equal to c ആൽഫ സ്ക്വയർ. ബിക്കോസ് 1 മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 1 തന്നെയായിട്ട് മാറി എന്നൊരു കൺസെപ്റ്റില്. ഓക്കെ, ബിക്കോസ് ആൽഫ ഇസ് വെരി വെരി സ്മോൾ വെൻ കമ്പയർ ടു ദാറ്റ് ഓഫ് 1. ഓക്കെ, അപ്പൊ k എന്ന് പറയുന്നത് c ആൽഫ സ്ക്വയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ അനുസരിച്ചിട്ട് k എന്ന് പറയുന്നത് ആൽഫ സ്ക്വയർ ബൈ വി എന്ന് എഴുതാം. അപ്പൊ അങ്ങനത്തെ 2 ഫോംസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ആൽഫ ഈസ് ഈക്വൽ ടു എത്രയാണ്? സ്ക്വയർ റൂട്ട് ഓഫ് k ബൈ സി അല്ലെ? ഇവിടെയാണെങ്കിലോ ആൽഫ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് കെ വി എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ ആൽഫയ്ക്കുള്ള 2 വാല്യൂസ് നമുക്ക് 2 തരത്തിലുള്ള എക്സ്പ്രഷൻസ്, ഒന്ന് കോൺസെൻട്രേഷന്റെ ടേംസിലും ഒന്ന് വോളിയത്തിന്റെ ടേംസിലും അല്ലെ? കോൺസെൻട്രേഷന്റെ ടേംസിൽ നമുക്ക് ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്യപ്പോഴാണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റി. വോളിയത്തിന്റെ ടേംസിൽ നമുക്ക് ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്തപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ആവാൻ പറ്റിയത്. ആൽഫ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് കെ ബൈ സിയും അതുപോലെ ആൽഫ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് കെ വിയും. അപ്പോൾ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് കോൺസെൻട്രേഷൻ അല്ലെ? കോൺസെൻട്രേഷൻ ഇവിടെ അടിയിലാണ് വന്നിരിക്കുന്നത്, സ്ക്വയർ റൂട്ടും ആണ് അല്ലെ? അപ്പൊ വീക്ക് ഇലക്ട്രോലൈറ്റിനെ ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് കോൺസെൻട്രേഷൻ. അങ്ങനെ നമുക്ക് ഇതൊന്ന് പറയാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ അനുസരിച്ചിട്ടോ ആൽഫ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് വോളിയം അല്ലെ? ആൽഫ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് വോളിയം കണ്ടെയ്നിങ് 1 മോൾ ഓഫ് ദ വീക്ക് ഇലക്ട്രോലൈറ്റ്. അങ്ങനെ നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആൽഫനെ നമുക്ക് 2 തരത്തിൽ പറയാം. എങ്ങനെയാണ്? ഫോർ എ വീക്ക് ഇലക്ട്രോലൈറ്റ് ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ ആൽഫ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു the square root of volume containing 1 mole of the weak electrolyte. ഓക്കെ, ഇനി ഓസ്റ്റ്വാൾഡ്സ് ലോന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ അത് വീക്ക് ഇലക്ട്രോലൈറ്റ്സിന് മാത്രമായിരുന്നു അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. പക്ഷെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന്റെ കേസിൽ അത് ഫെയിലിയർ ആയി. അതായിരുന്നു അതിന്റെ മെയിൻ ആയിട്ടുള്ള ലിമിറ്റേഷൻ. ഇവിടെ പറയുന്നുണ്ട് ഓസ്റ്റ്വാൾഡ്സ് ലോ അപ്ലൈസ് ഓൺലി ടു വീക്ക് ഇലക്ട്രോലൈറ്റ്സ്, ഇറ്റ് ഫെയിൽസ് വെൻ അപ്ലൈഡ് ടു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്. അപ്പൊ അതെന്തുകൊണ്ടാണ്? നമുക്കറിയാം ഓസ്റ്റ്വാൾഡ് ലോ എന്ന് പറയുന്നത് ബേസ് ചെയ്തിരിക്കുന്നത് അറീനിയസ് തിയറിനെയാണ്. അത് അസ്യൂം ചെയ്തിരിക്കുന്നത് എന്താണ്? അറീനിയസ് തിയറി അനുസരിച്ചിട്ട് ഓൺലി എ ഫ്രാക്ഷൻ ഓഫ് ദി ഇലക്ട്രോലൈറ്റ് ഈസ് ഡിസോസിയേറ്റഡ് അറ്റ് ഓർഡിനറി ഡൈല്യൂഷൻ ആൻഡ് ദാറ്റ് കംപ്ലീറ്റ് ഡിസോസിയേഷൻ ഒക്വേഴ്സ് ഓൺലി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ അല്ലെ? ഈ ഓസ്റ്റ്വാൾഡ് ലോ എന്ന് പറയുന്നത് അറീനിയസ് തിയറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഓസ്റ്റ്വാൾഡ് ലോ. അപ്പൊ അറീനിയസ് തിയറിയും ഓസ്റ്റ്വാൾഡ് ലോയും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു തിയറി അനുസരിച്ചിട്ട്, അറീനിയസ് തിയറി അനുസരിച്ചിട്ട് എന്താ പറയുന്നത്? ഇലക്ട്രോലൈറ്റിന്റെ ഒരു ഫ്രാക്ഷൻ മാത്രമാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നുള്ളൂ ഓർഡിനറി ഡൈലൂഷനിൽ. ഇനി കംപ്ലീറ്റ് ഡിസോസിയേഷൻ എപ്പോഴാണ് നടക്കുന്നത്? ഇൻഫിനിറ്റ് ഡൈലൂഷനിൽ മാത്രമാണ് നടക്കുന്നത് എന്നാണ് അവരുടെ കൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇത് നമുക്ക് വീക്ക് ഇലക്ട്രോലൈറ്റ്സിന്റെ കേസിൽ ട്രൂ ആണ്. പക്ഷെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന്റെ കേസിൽ നമുക്ക് അങ്ങനെ പറയാനായിട്ട് സാധിക്കുമോ? ഇല്ല. നമുക്കറിയാം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി അയണൈസ്ഡ് ആണ് ലോ ഡൈലൂഷൻസിൽ വരെ അല്ലെ? അപ്പൊ അതുകൊണ്ട് ദർ ഈസ് നോ ഇക്വലിബ്രിയം എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ദ അയോൺസ് ആൻഡ് അൺഅയോണൈസ്ഡ് മോളിക്യൂൾസ് ഇൻ സൊല്യൂഷൻ ഇൻ ദ കേസ് ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്. അതുകൊണ്ട് തന്നെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന്റെ കേസിലെ അയോൺസും അൺഅയോണൈസ്ഡ് മോളിക്യൂൾസും തമ്മിൽ ഇക്വലിബ്രിയം സൊല്യൂഷനിൽ എക്സിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ദിസ് ഓസ്റ്റ്വാൾഡ്സ് ലോ ഈസ് അപ്ലിക്കബിൾ ഓൺലി ടു വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് നോട്ട് ടു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്. ഓക്കെ, അപ്പൊ ഈ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് കംപ്ലീറ്റ്ലി അയണൈസ് ചെയ്യുന്ന ഒരു സാധനം ആയതുകൊണ്ട് നമുക്ക് ഓസ്റ്റ്വാൾഡ്സ് ഡൈല്യൂഷൻ ലോ വിച്ച് ഈസ് ഡിപ്പെൻഡന്റ് അപ്പോൺ ദ അറീനിയസ് തിയറി ഓർ വിച്ച് ഈസ് ബേസ്ഡ് അപ്പോൺ ദ അറീനിയസ് തിയറി അല്ലെ? ഓസ്റ്റ്വാൾഡ്സ് ഡൈല്യൂഷൻ ലോ എന്ന് പറഞ്ഞ അറീനിയസ് തിയറിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഫ്രാക്ഷൻ ഓഫ് ദി ഇലക്ട്രോലൈറ്റ് മാത്രമേ ഓർഡിനറി ഡൈലൂഷൻസിൽ
ഡിസോസിയേറ്റ് ചെയ്യുന്നുള്ളൂ, അല്ലാണ്ട് കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടക്കുന്നത് ആകെ ഇൻഫിനിറ്റ് ഡൈലൂഷനിൽ മാത്രമാണെന്നുള്ള കൺസെപ്റ്റ് നമുക്ക് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന് കൊടുക്കാനായിട്ട് സാധിക്കില്ല. ബിക്കോസ് വി നോ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആർ കംപ്ലീറ്റ്ലി അയണൈസ്ഡ് ഈവൺ അറ്റ് ലോ ഡൈലൂഷൻസ്. അപ്പം അതുകൊണ്ട് ഓസ്റ്റ്വാൾ ലോ ലിമിറ്റേഷൻ ആയിരുന്നു, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഓൺലി ടു വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് ഇറ്റ് ഫെയിൽസ് വെൻ അപ്ലൈഡ് ടു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന്റെ കേസിൽ അതൊരു ഫെയിലിയർ ആയിരുന്നു. ഇനി സിമ്പിളായിട്ട് ഓസ്റ്റ്വാൾസ് ഡൈലൂഷൻ ലോയുടെ ആപ്ലിക്കേഷനും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്റ്റ്വാൾ ഡൈലൂഷൻ ലോ എന്ന് പറഞ്ഞ ഭാഗം കഴിഞ്ഞു. അപ്പം എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻ? ഓസ്റ്റ്വാൾ ഡൈലൂഷൻ ലോ പല പാരാമീറ്റേഴ്സും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ഏതിന്റെ കേസിലെ? വീക്ക് ഇലക്ട്രോലൈറ്റ്സിന്റെ കേസിലുള്ള പല പാരാമീറ്റേഴ്സും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഓസ്റ്റ്വാൾസ് ഡൈലൂഷൻ ലോ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ആണ് കാൽക്കുലേഷൻ ഓഫ് ദ ഡിഗ്രി ഓഫ് അയണൈസേഷൻ ഓഫ് വീക്ക് ആസിഡ്സ് ആൻഡ് വീക്ക് ബേസസ്. അപ്പോൾ വീക്ക് ആസിഡ്സിന്റെയും വീക്ക് ബേസസിന്റെയും ഡിഗ്രി ഓഫ് അയണൈസേഷൻ, അതായത് ആൽഫ, അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു വീക്ക് ആസിഡ് കൺസിഡർ ചെയ്യാണ് HA ഇൻ അക്വസ് സൊല്യൂഷൻ. അതിന്റെ കോൺസെൻട്രേഷൻ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ C ആണ്. ഏത്? HA എന്ന് പറയുന്ന വീക്ക് ആസിഡിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ C ആണ്. എന്നാൽ അത് ഡിസോസിയേറ്റ് ചെയ്ത് പറഞ്ഞ പ്രോഡക്ട്സ് ഉണ്ടോ? ഇപ്പോൾ ഇല്ല. പ്രോഡക്ട്സിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ 0 എന്ന് കൊടുത്തു ഇനീഷ്യലി. ഇനി ഇക്വലിബ്രിയത്തിൽ എത്തുമ്പോൾ ഈ വീക്ക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് C × 1 - ആൽഫയാണ്. അപ്പോൾ പ്രോഡക്ട്സിന്റെ കോൺസെൻട്രേഷനോ C ആൽഫയും H3O പ്ലസും പ്രോഡക്റ്റ് ആണ്, A- പ്രോഡക്റ്റ് ആണ്. അപ്പോൾ H3O പ്ലസിന്റെ കോൺസെൻട്രേഷൻ C ആൽഫ മോൾ പെർ മോളും അതുപോലെ A- കോൺസെൻട്രേഷൻ C ആൽഫ മോൾ പെർ ലിറ്ററും ആണ്. ഓക്കെ. അപ്പോൾ HAയുടെ ഇക്വലിബ്രിയത്തിലെത്തിയ കോൺസെൻട്രേഷൻ, HAയുടെ ഇക്വലിബ്രിയത്തിലെ കോൺസെൻട്രേഷൻ C × 1 - ആൽഫ മോൾ പെർ ലിറ്റർ. ഓക്കെ. അതുപോലെ H3O പ്ലസിന്റെ ഇക്വലിബ്രിയത്തിലുള്ള കോൺസെൻട്രേഷൻ C ആൽഫ മോൾ പെർ ലിറ്റർ. ഇനി A- C ആൽഫ മോൾ പെർ ലിറ്റർ. HAന്റെ C × 1 - ആൽഫ, H3O പ്ലസും A- C ആൽഫയും ഇക്വലിബ്രിയത്തിലെ ഇനീഷ്യലി പ്രോഡക്ട്സ് 0 ആണ്, ഇക്വലിബ്രിയത്തിലുള്ള കോൺസെൻട്രേഷൻ ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓസ്റ്റ്വാൾസ് ഡൈലൂഷൻ ലോ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ഇപ്പോൾ ഇക്വലിബ്രിയം കണ്ടീഷനിലെ. അപ്പോൾ നമുക്കറിയാം അവിടെ പ്രോഡക്ട്സിന്റെ കോൺസെൻട്രേഷൻ C ആൽഫയും ഉണ്ട് അല്ലേ. അപ്പോൾ C² α² ഡിവൈഡഡ് ബൈ ഇക്വലിബ്രിയത്തിലുള്ള റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ C × 1 - ആൽഫ. അപ്പോൾ നമുക്ക് കിട്ടും Ka = C α² / 1 - ആൽഫ. K എന്ന് പറയുന്നത് എന്താണ്? അയണൈസേഷൻ കോൺസ്റ്റന്റ് ആണ് ആസിഡിന്റെ അല്ലെ. അപ്പോൾ പിന്നെ ആൽഫ ഈസ് വെരി വെരി സ്മോൾ വെൻ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് 1 അല്ലെ. അപ്പോൾ വീക്ക് ആസിഡിന്റെ കേസിൽ അപ്പോൾ നമുക്ക് Kന് എന്ത് കൊടുക്കാം? Ka = C α², ബിക്കോസ് ഈ ഡിനോമിനേറ്റർ ടേം പോയി അല്ലെ, ഓൾമോസ്റ്റ് ഈക്വൽ ടു 1 തന്നെയാണ്. അപ്പോൾ Ka = C α². അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും? ആൽഫയുടെ വാല്യൂ കാണാനായിട്ട് സാധിക്കും. സോ ആൽഫ = √Ka/C. ഓക്കെ. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ഒരു വീക്ക് ആസിഡിന്റെ കേസിൽ കണ്ടുപിടിച്ചു. എന്താണ്? ആൽഫ =√Ka/C. ഇനി ഒരു വീക്ക് ബേസിന്റെ കാര്യത്തിലാണെങ്കിലോ, വീക്ക് ബേസിനെ നമ്മൾ BOH ആയിട്ട് എടുത്തു. അപ്പൊ അതിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ C ആയിരുന്നു. അപ്പൊ അതിൽ നിന്നുണ്ടാവുന്ന പ്രോഡക്ട്സ് 0 ആയിരുന്നു. ഇനി ഇക്വലിബ്രിയത്തിൽ എത്തിയപ്പോൾ BOHന്റെ കോൺസെൻട്രേഷൻ C × 1 - ആൽഫ മോൾ പെർ ലിറ്റർ അല്ലെ. അപ്പൊ അതിൽ നിന്നുണ്ടാകുന്ന പ്രോഡക്ട്സോ ഇക്വലിബ്രിയത്തിലെ C ആൽഫ മോൾ പെർ ലിറ്ററും C ആൽഫ മോൾ പെർ ലിറ്ററും. അപ്പൊ ഈ സെയിം കണ്ടീഷൻ തന്നെ നമുക്ക് ഇവിടുത്തെ കണ്ടീഷൻ തന്നെ നമുക്ക് ഇതിനും കൊടുക്കാം. അപ്പൊ നമുക്ക് Kb = C² α² / C × 1 - ആൽഫ കിട്ടും. അപ്പൊ നമുക്ക് അങ്ങനെ Kb = C α² / 1 - ആൽഫ കിട്ടും. അതുപോലെ Kb = C α² എന്ന് കിട്ടും, ബിക്കോസ് ആൽഫ ഈസ് വെരി വെരി സ്മോൾ വെൻ കമ്പയർ ടു ദാറ്റ് ഓഫ് 1. സോ ആൽഫ = √Kb/C. അപ്പൊ ഈ വീക്ക് ആസിഡിനുള്ള അതേ ഇക്വേഷൻ തന്നെയാണ്. പക്ഷെ വീക്ക് ആസിഡിന്റെ കേസിൽ Ka ആണ് നമ്മുടെ അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് ദി ആസിഡ്. സോ ആൽഫ = √Ka/C. ഇനി ഒരു വീക്ക് ബേസിന്റെ കേസിലാണെങ്കിൽ അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് ദി ബേസ് എന്താണ്? Kb ആണ്. സോ ആൽഫ = √Kb/C. Alpha is equal to √Ka/C in the case of a weak acid, and in the case of a weak base, alpha is equal to √Kb/C. Then next, അപ്പോൾ അതാണ് ഫസ്റ്റ് ആപ്ലിക്കേഷൻ. സെക്കൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അക്വസ് സൊല്യൂഷൻ ഓഫ് എ വീക്ക് ആസിഡ് അല്ലെങ്കിൽ വീക്ക് ബേസ് അതിന്റെ pH കാൽക്കുലേറ്റ് ചെയ്യലാണ്. കാൽക്കുലേഷൻ ഓഫ് ദ pH ഓഫ് എൻ അക്വസ് സൊല്യൂഷൻ ഓഫ് വീക്ക് ആസിഡ് ഓർ വീക്ക് ബേസ്. അപ്പൊ നമുക്കറിയാം ഒരു വീക്ക് ആസിഡ് HA എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഒരു ഇക്വലിബ്രിയം ഡിസോസിയേഷൻ വീക്ക് ആസിഡ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. നമ്മൾ മുൻപ് കണ്ടതാണ് അല്ലെ, നമ്മൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞതാണ്. അപ്പൊ H3O പ്ലസിന്റെ കോൺസെൻട്രേഷൻ എന്താണ്? C ആൽഫയാണ്. അപ്പൊ pH എന്ന് പറയുന്നത് എന്തായിരിക്കും? -log to the base 10 of H3O plus concentration
കോൺസെൻട്രേഷൻ ആണ് അല്ലേ, അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ H3O+ന്റെ കോൺസെൻട്രേഷൻ എന്താണ്, C ആൽഫയാണ്. അപ്പോൾ നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, മൈനസ് log to the base 10 ഓഫ് C ആൽഫ എന്നുള്ളത് കിട്ടും. അപ്പോൾ അതുപോലെ ഒരു വീക്ക് ബേസിന്റെ ഡിസോസിയേഷൻ ഇക്വിലിബ്രിയം OH മൈനസ് അയോണിന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്, C ആൽഫ തന്നെയാണ് അല്ലെ, നമ്മൾ ആ ഇക്വേഷനിൽ കണ്ടതാണ്. അപ്പോൾ POH എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൈനസ് log to the base 10 ഓഫ് OH മൈനസ് അയോൺ ആണ്. അപ്പോൾ OH മൈനസ് അയോണിന്റെ കോൺസെൻട്രേഷൻ OH മൈനസ് അയോൺ ഇവിടെ നിന്ന് നമ്മൾ മുൻപ് കണ്ടതാണ് അല്ലെ, OH മൈനസ് അയോൺസ് H3O+ഉം OH A മൈനസ് എന്ന് പറഞ്ഞാൽ ബേസ്, OH മൈനസ് അയോൺ എന്ന് പറഞ്ഞാൽ അതും എന്താണ്, ഒരു ബേസ് ആണ് അല്ലെ. അപ്പോൾ ഇവിടെ OH മൈനസ് അയോൺസിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു, C ആൽഫയായിട്ട് കൊടുക്കുന്നു അല്ലെ. അപ്പോൾ മൈനസ് log to the base 10 ഓഫ് C ആൽഫ. ഓക്കെ, അപ്പോൾ POH is equal to മൈനസ് log to the base 10 ഓഫ് C ആൽഫ. അപ്പോൾ എന്ത് നമുക്ക് കിട്ടുന്നു, PH എന്ന് പറയുന്നത് 14 മൈനസ് POH ആയിട്ട് നമുക്ക് കിട്ടി. അത് നമ്മൾ മുൻപ് കണ്ടതാണ്, എന്ത് PH പ്ലസ് POH is equal to എത്രയാണ്, 14 എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞുള്ള കാര്യമാണ്. അപ്പോൾ ഇതാണ് വീക്ക് ആസിഡും വീക്ക് ബേസും അതിൻ്റെ ഒരു അക്വസ് സൊല്യൂഷന് നമുക്ക് PHനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇനി മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വീക്ക് ആസിഡ്സിന്റെയും ബേസസിന്റെയും ഒക്കെ അയണൈസേഷൻ കോൺസ്റ്റന്റ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. അപ്പോൾ ഡിഗ്രി ഓഫ് അയണൈസേഷൻ ആണ് ആൽഫ, അതൊരു വീക്ക് ആസിഡിന്റെയും വീക്ക് ബേസിന്റെയും അറ്റ് എ പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ C. അത് നമുക്ക് കോൾറാഷ്യസ് ലോ നമ്മൾ മുൻപ് പഠിച്ചതാണ് അല്ലെ, കണ്ടക്ടിവിറ്റി മെഷർമെന്റ്സ് ബൈ ദ ആപ്ലിക്കേഷൻ ഓഫ് കോൾറാഷ്യസ് ലോ. അപ്പോൾ ആൽഫ നമുക്ക് ഓൾറെഡി കോൾറാഷ്യസ് ലോ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം നമുക്കറിയാം ആൽഫ ഈസ് ഈക്വൽ ടു മോളാർ കണ്ടക്ടൻസ് അറ്റ് കോൺസെൻട്രേഷൻ C ബൈ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കോൾറാഷ്യസ് ലോ ഉപയോഗിച്ചിട്ട് ആൽഫ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഈ അയണൈസേഷൻ കോൺസ്റ്റന്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും by the application of Osterwald's dilution law, because Ka is equal to C alpha square for weak acid and Kb is equal to C alpha square for weak base. ഓക്കെ, അപ്പോൾ ആൽഫ നമ്മൾ എന്ത് ചെയ്യണം, കോൾറാഷ്യസ് ലോ അതിന്റെ അപ്ലിക്കേഷൻ വെച്ചിട്ട് നമ്മൾ കണ്ടക്ടിവിറ്റി മെഷർമെന്റ്സ് വഴി നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നതാണ് അല്ലേ. അപ്പം അങ്ങനെ ആൽഫയൊക്കെ കിട്ടി നമുക്ക്, അതുപോലെ സിയും നമുക്ക് കിട്ടി. ഓക്കെ, ആൽഫ എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ് ഫോർ എ പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ C അല്ലേ. അപ്പോൾ ആൻഡ് ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ഫ്രം കണ്ടക്ടിവിറ്റി മെഷർമെന്റ്സ് ബൈ ദ ആപ്ലിക്കേഷൻ ഓഫ് കോൾറാഷ്യസ് ലോ. കോൾറാഷ്യസ് ലോയിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് ആൽഫയുടെയും സിയുടെയും ഒക്കെ കാര്യങ്ങൾ. അപ്പം അങ്ങനെ നമുക്ക് കോൺസെൻട്രേഷൻ C, പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ Cയിൽ നമ്മൾ ആൽഫ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, Ka, അതായത് അയണൈസേഷൻ കോൺസ്റ്റൻസ് ഓഫ് ദ സബ്സ്റ്റൻസ്, ബിക്കോസ് Ka is equal to C alpha square for weak acid and Kb is equal to C alpha square for weak base. അങ്ങനെ നമുക്ക് ഓസ്റ്റ്വാൾഡ് ലോയുടെ അപ്ലിക്കേഷൻ വഴി അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് ദി വീക്ക് ആസിഡും വീക്ക് ബേസും നമുക്ക് കണ്ടുപിടിക്കാം. ഇതൊക്കെയാണ് ഓസ്റ്റ്വാൾഡ്സ് ഡൈലൂഷൻ ലോയുടെ 3 ആപ്ലിക്കേഷൻസ്, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ വീക്ക് ആസിഡിന്റെയും വീക്ക് ബേസിന്റെയും, അതുപോലെ pH of an aqueous solution of weak acid and weak base. Then third one is ionization constants of weak acids and weak bases നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. Okay.